ഹായ്, നിങ്ങൾ യു കെയിലോട്ട് ഒരു സ്റ്റഡി വിസ നോക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അല്ലെങ്കിൽ ഓഫർ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തേക്കുന്നവരാണെങ്കിൽ, നിങ്ങളൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കാനുണ്ട്. 2026 യു കെയുടെ സ്പോൺസർഷിപ്പ് ലൈസൻസിനുള്ള, അതായത് യൂണിവേഴ്സിറ്റിയുടെ സ്പോൺസർഷിപ്പ് ലൈസൻസിനുള്ള ക്രൈറ്റീരിയാസ് അവരൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് യൂണിവേഴ്സിറ്റീസിൻ്റെ, 1-2 യൂണിവേഴ്സിറ്റീസിൻ്റെയൊക്കെ സ്പോൺസർഷിപ്പ് അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് UKVA. അതുപോലെ തന്നെ കുറച്ച് യൂണിവേഴ്സിറ്റീസിൻ്റെ ഒന്ന് നോട്ടുപുള്ളികളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ക്രൈറ്റീരിയാസ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് ക്യാസ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 95% വിസ കിട്ടിയിരിക്കണം. 5% താഴെ മാത്രമേ റിജക്ഷൻസ് പാടുള്ളൂ. പഠിക്കാനായിട്ട് വന്നേക്കുന്ന കുട്ടികൾ പഠിച്ചു തന്നെ തീർക്കണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇതൊക്കെ മോണിറ്റർ ചെയ്തിട്ട് അവർ കുറച്ച് യൂണിവേഴ്സിറ്റീസിനെ ഒന്ന് നോട്ടുപുള്ളികളാക്കി വെച്ചിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ഞാൻ തരാം. നിങ്ങൾ ആരെങ്കിലും ഈ യൂണിവേഴ്സിറ്റീസിൽ ഓഫർ ഹോൾഡ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ഏജൻറ്റിനെ വിളിച്ചിട്ട് ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷനോട് നോക്കി വെക്കുക. കാരണം ഇൻ കേസ് UKVA എങ്ങാനും ഈ യൂണിവേഴ്സിറ്റീസ്, ശരിക്കും പറഞ്ഞാൽ എല്ലാം നല്ല യൂണിവേഴ്സിറ്റീസൊക്കെ ആയിരുന്നു, എന്നാൽ പോലും എന്തെങ്കിലും കാരണമൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞേക്കുന്ന അപ്ഡേറ്റ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടായിരിക്കും അങ്ങനെ വന്നേക്കുന്നത്. ഇൻ കേസ് UKVA നോക്കിയിട്ട് ഇതിന് കുറച്ച് പ്രശ്നമുണ്ട്, ആ യൂണിവേഴ്സിറ്റിയുടെ സ്പോൺസർഷിപ്പ് എങ്ങാനും ക്യാൻസലായി പോയി കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ വിസ ക്യാൻസലായി പോകും. നമുക്ക് ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിൽ ചിലപ്പോൾ ഡീപ്പോർട്ടേഷൻ വരെ വരാം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ നോക്കി വെക്കുന്നത് സ്റ്റുഡൻസിൻ്റെ ഭാവിക്ക് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കോ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്കും യൂണിവേഴ്സിറ്റിയുടെ പേരും കാര്യങ്ങളും എല്ലാം അയച്ചു തരാം. ഓക്കെ, അപ്പം മറക്കണ്ട, നിങ്ങളുടെ ഏജൻറ്റിനെ വിളിച്ചിട്ട് ഒരു ഓപ്ഷനോടൊന്ന് നോക്കി വെച്ചു. എൻ്റെ പേര് ജിജി, ഞാൻ സംസാരിക്കുന്നത് സ്റ്റഡിഗോ ഓവർസീസ് കൺസൾട്ടൻറ്റ്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. താങ്ക് യു.